ബിജെപിയിലെ ഫണ്ട് തട്ടിപ്പുമായി ബന്ധപ്പെട്ട വാർത്തയിലേക്കാണ് റിപ്പോർട്ടർ ബ്രേക്കിംഗ്. ബിജെപിയിലെ ഫണ്ട് തട്ടിപ്പ് കൂടുതൽ വിവാദത്തിലേക്ക്. കേന്ദ്ര നേതൃത്വം സൗജന്യമായി നൽകിയ കൊടിയുടെ പേരിൽ 3.25 ലക്ഷം രൂപ തട്ടിയെന്നാണ് പുതിയ ആരോപണം. പണം തട്ടാൻ ഉപയോഗിച്ച ബിൽ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. ഏജൻസിയുടെ പേരിലുള്ള ബിൽ വഴി വട്ടിയൂർക്കാവ് മണ്ഡലത്തിന്റെ ചുമതലക്കാർ പണം തട്ടിയെന്നാണ് പരാതി. അതേസമയം ഏജൻസിയിൽ കൊടി വിൽപ്പന നടത്താറില്ല എന്ന് ഉടമ റിപ്പോർട്ടറിനോട് പറഞ്ഞു. കൊടി നമുക്ക് കൊടിയില്ലല്ലേ, നമ്മൾ 5 വെക്കുന്നത് ഇല്ലല്ല, നമുക്ക് കച്ചവടമില്ല. ഇലക്ഷൻ നമ്മൾ കൊടി BJP ഇലക്ഷൻ കൊടി മേടിച്ചില്ല. പണ്ട് DP-യിലെ സമയത്തൊക്കെ നമ്മൾ 5 കൊടി മേടിക്കുമല്ലോ. കൊടി എല്ലാ സ്ഥലത്തും ജില്ലയിൽ നിന്നാണ് അവർ സപ്ലൈ ചെയ്തത്. സപ്ലൈ ചെയ്തത് ഇവിടെ ആളടുത്തും 10-300 കൊടി കൊണ്ടു തന്നു. അത് മണ്ഡലത്തിൽ നിന്നാണ് വന്നത്. റഹീസ് റഷീദ് വിവരങ്ങളുമായി ചേരുകയാണ്. റഹീസ്, ഈ BJP-യിലെ തെരഞ്ഞെടുപ്പ് ഫണ്ട്, ഇപ്പൊ ഞാൻ കുറച്ച് നാൾ മുമ്പ് ഒരു BJP-യുടെ നേതാവിനോട് ഈ ഫണ്ടുകളുമായി ബന്ധപ്പെട്ട കാര്യം സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഒരു 4 പേരൊക്കെ അടങ്ങുന്ന ഓരോ ഗ്രൂപ്പുകളുണ്ട്. അവിടേക്ക് ഫണ്ട് വരുമ്പോൾ ഈ 4 പേരുമായി ബന്ധപ്പെട്ടും അത് ബന്ധപ്പെട്ട അലേർട്ടുകൾ ഉണ്ടാകും. അങ്ങനെ ആർക്കെങ്കിലും ഒരാൾക്കോ കുറച്ച് വ്യക്തികൾക്കോ ഒന്നും അട്ടിമറിക്കാൻ കഴിയുന്ന ഒരു ഫണ്ടല്ല BJP-യുടെ എന്നൊക്കെ അദ്ദേഹം വളരെ ആത്മവിശ്വാസത്തോടെ പറയുന്നുണ്ടായിരുന്നു. പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോഴുണ്ടാകുന്ന ഒരു സവിശേഷത BJP-യുടെ ഫണ്ട് വിനിയോഗവുമായി ബന്ധപ്പെട്ട വലിയ തോതിലുള്ള ആരോപണങ്ങൾ ഉണ്ടാകുന്നുണ്ട് എന്നതാണ്. ഇപ്പൊ നോക്കൂ, ഈ ഏജൻസി അവർ കൊടിയെ വിൽക്കുന്നില്ല. അവരുടെ പേരിലുള്ള ഒരു റെസിപ്റ്റിലാണ് ഏതാണ്ട് 3 ലക്ഷത്തിലധികം രൂപ തട്ടിച്ചിരിക്കുന്നത് എന്ന ആരോപണം ഉണ്ടാകുന്നത്. മധു, ഇതിനകത്ത് ഈ കള്ളന്മാരുടെ ഒരു പൊതു തിയറി ഉണ്ട്. കക്കാൻ അറിയാമെങ്കിൽ നിൽക്കാനും അറിയണം എന്നൊരു തിയറി. അത് ഈ BJP-യിൽ ഫണ്ട് തട്ടിച്ച ആളുകൾക്ക് ഇല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം കേന്ദ്ര നേതൃത്വമാണ് പാർട്ടിയുടെ കൊടിയും താമര ചിഹ്നവും സംസ്ഥാനത്ത് മുഴുവൻ നൽകിയത്. അതെല്ലാവർക്കും അറിയാം. എന്നിട്ട് ആ കൊടി വാങ്ങി എന്ന് പറഞ്ഞ് ഒരു ബില്ല് കൊടുത്ത് നമ്മളിപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്ന വൗച്ചർ 3.25 ലക്ഷം രൂപ ഏജൻസി എന്ന ഏജൻസിയിൽ നിന്ന് കൊടി വാങ്ങി എന്ന് പറഞ്ഞ് വട്ടിയൂർക്കാവ് നിയോജക മണ്ഡലത്തിൻ്റെ ചുമതലയുള്ളവർ സംസ്ഥാന നേതൃത്വത്തിൽ നിന്ന് മേടിച്ച പണമാണ്. ഈ വൗച്ചറിൽ 2 കാര്യമുണ്ട്. ഒന്ന്, ഏജൻസി എന്ന് ബാലരാമപുരത്തുള്ള ഈ ഏജൻസി ഒരു പലചരക്ക് കടയാണ്. അവിടെ അരിയും പഞ്ചസാരയും ഉപ്പും സോപ്പും ഒക്കെ വെക്കുന്ന ഒരു കട. ആ കടയുടെ ബില്ല് കൊടുത്തിട്ട് ആ കടയുടമയുടെ നമ്പർ കൊടുത്തിട്ടുണ്ട്. നമ്പർ മാറ്റിയിട്ടില്ല. അതിലവർ ഒരു കളവും കാണിച്ചിട്ടില്ല. ആ നമ്പറിൽ വിളിച്ചപ്പോഴാണ് അദ്ദേഹം ഒരു BJP പ്രവർത്തകൻ തന്നെയാണ് എന്ന കാര്യം പറയുന്നത്. നമ്മൾ ഈ കാര്യത്തിനാണ് വിളിക്കുന്നതെന്ന് പറഞ്ഞില്ല. കുറച്ച് കൊടിയുണ്ടോ അത് വാങ്ങാനാണ് എന്ന് പറഞ്ഞ് വിളിച്ചപ്പോഴാണ് ഇത് കൊടി വിൽക്കുന്ന കടയല്ല, ഇതൊരു പലചരക്ക് കടയാണ് എന്ന് പറയുന്നത്. എന്നിട്ട് അതിൻ്റെ പേരിൽ 3.25 ലക്ഷം രൂപയാണ് തട്ടിയെടുത്തിരിക്കുന്നത്. ഈ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഈ ബില്ലുകൾ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. ഇത് ഒറിജിനലാണോ, ഇത് സമർപ്പിച്ചിട്ട് 3.25 ലക്ഷം രൂപ വട്ടിയൂർക്കാവ് മണ്ഡലത്തിൻ്റെ ചുമതലയുള്ള ആളുകൾ വാങ്ങിയിട്ടുണ്ടോ എന്നതൊക്കെ BJP നേതൃത്വം തന്നെ വ്യക്തമാക്കേണ്ട കാര്യമാണ്. എന്തായാലും ഈ പരാതിയും അന്വേഷിക്കാൻ BJP തീരുമാനിച്ചിട്ടുണ്ട്. ഫണ്ട് വിവാദത്തിൽ കുമ്മനം രാജശേഖരനും PK കൃഷ്ണദാസും കൃഷ്ണദാസും അടങ്ങുന്ന ഒരു കമ്മിറ്റിയാണ് പലതരത്തിലുള്ള അന്വേഷണം നടക്കുന്നത്. ആ അന്വേഷണ പരിധിയിൽ ഇതും വന്നിട്ടുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. യെസ്, MT രമേശ് അടക്കമുള്ള നേതാക്കളൊക്കെ BJP-യുടെ ഫണ്ടിൽ ഒരു ക്രമക്കേടുമില്ല, BJP-യുടെ ഫണ്ട് അങ്ങനെ ക്രമക്കേട് ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു ഫണ്ടല്ല, സംസ്ഥാന പ്രസിഡന്റ് കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഇതിന്റെ പ്രചാരണവുമായി ബന്ധപ്പെട്ട ഫണ്ട്, PR ഏജൻസിയുമായി ബന്ധപ്പെട്ട ഫണ്ട് ക്രമക്കേടുകൾ, ഒരുപാട് ആരോപണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിനിടയിലാണ് ഈ കൊടി, അതായത് കേന്ദ്ര നേതൃത്വം സൗജന്യമായി നൽകുന്ന കൊടിയുടെ പേരിൽ 3.25 ലക്ഷത്തിന്റെ വൗച്ചർ ഉണ്ടാക്കി അത് തട്ടിച്ചു എന്നുള്ളത് പറയുന്നത്. ഇപ്പോൾ ഈ വട്ടിയൂർക്കാവ് മണ്ഡലവുമായി ബന്ധപ്പെട്ട് അതിന്റെ ഈ പ്രചാരണ ചുമതലയൊക്കെ ഉണ്ടായിരുന്ന നേതാക്കളുടെ പേരിലാണ് ഇപ്പോൾ ഈ ആരോപണം ഉണ്ടാകുന്നത്. റഹീസ് റഷീദാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.